പേരിൽ പോലും ഒളിഞ്ഞിരിക്കുന്ന ബ്രില്യൻസ്, ക്വാളിറ്റി സിനിമ, രേഖാചിത്രം. നമുക്ക് ഏവർക്കും അറിയാവുന്നൊരു ചരിത്രം, നോവൽ, സംഭവം അതേതുമാകട്ടെ, അതിൽ നിന്നുള്ള യാഥാർത്ഥ്യത്തെ അടർത്തി മാറ്റി സമാന്തരമായ മറ്റൊരു കഥയെയോ കഥാപാത്രങ്ങളെയോ സൃഷ്ടിച്ച് വ്യത്യസ്തമായ രീതിയിൽ പുനരവതരിപ്പിക്കുക എന്നതാണ് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ടാറന്റീനോയുടെ ഇൻഗ്ലോറിയസ് ബാസ്റ്റേർഡ്സ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്, എം.ടി എഴുതിയ ഹരിഹരൻ മമ്മൂട്ടി ചിത്രം വടക്കൻ വീരഗാഥ, ഇതൊക്കെ ഈ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സിനിമകളാണ്. സമാനമായ കഥാവിഷ്കാര ശൈലിയാണ് സംവിധായകനായ ജോഫിൻ ടി ചാക്കോയും തിരക്കഥാകൃത്തായ ജോൺ മന്ത്രിക്കലും രേഖാചിത്രം എന്ന സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 1985 റിലീസ് ചെയ്ത ഒരു സൂപ്പർ ഹിറ്റ് മലയാള ചിത്രത്തിന്റെ പിന്നണിയിൽ സംഭവിച്ച നമുക്കാർക്കും അറിയാത്തൊരു കഥ. അതെങ്ങനെ വർത്തമാനകാലവുമായി കണക്ട് ചെയ്യുന്നു എന്നതാണ് കഥയുടെ ഏറ്റവും വലിയ സവിശേഷത. ഇനി സിനിമയുടെ കഥയിലേക്ക് വരാം. ഡ്യൂട്ടിക്കിടയിൽ ഓൺലൈൻ റമ്മി കളിച്ച് സസ്പെൻഷനിലായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് വിവേക്. നല്ല നടപ്പിനായി വലിയ ബഹളങ്ങളോ സെൻസിറ്റീവ് കേസുകളോ അധികമില്ലാത്ത പൊതുവെ ശാന്തമായ മലക്കപ്പാറ സ്റ്റേഷനിലേക്ക് വിവേകിനെ സ്ഥലം മാറ്റുന്നു. എന്നാൽ വിവേക് ചാർജ് എടുത്ത ആ ദിവസം തന്നെ മലക്കപ്പാറ സ്റ്റേഷൻ പരിധിയിലുള്ള വനപ്രദേശത്ത് രാജേന്ദ്രൻ എന്നൊരാൾ ആത്മഹത്യ ചെയ്യുന്നു. സ്ഫോടനാത്മകമായ ഒരു കൊലപാതക വിവരം ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിയതിനു ശേഷമാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നത്. കൊല നടക്കുന്നത് 1985. എന്തായിരുന്നു കൊലയ്ക്ക് പിന്നിലെ ലക്ഷ്യം? കൊല്ലപ്പെട്ടത് ആര്? എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി ഇറങ്ങുകയാണ് വിവേക്. സഹപ്രവർത്തകർക്ക് മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലും നാണം കെട്ടു നിൽക്കുന്ന വിവേകിന് ഒരു പിടിവള്ളിയായി തീരുകയാണ് ഈ കേസ്. ഒരു പതിവ് കുറ്റാന്വേഷണ സിനിമയുടെ ഫോർമാറ്റ്. എന്നാൽ അവിടെ നിന്നും കഥ മാറുന്നു. ചിത്രത്തിലെ ക്രൈം ഇൻവെസ്റ്റിഗേഷന്റെ കൗതുകം വർദ്ധിപ്പിക്കുന്നത് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി സ്വഭാവമാണ്. തിരക്കഥയുടെ കരുത്തും സിനിമയ്ക്ക് വേണ്ടി സംവിധായകനും അണിയറ പ്രവർത്തകരും നടത്തിയ ഡീറ്റെയിലിങ്ങും ഇവിടെയാണ് പ്രകടമാകുന്നത്. ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നതിന്റെ സാധ്യതകളെ ഏറ്റവും സൂക്ഷ്മമായി തന്നെ തിരക്കഥയിൽ നിന്നും ഫ്രെയിമിലേക്ക് മനോഹരമായി ഓർത്തെടുക്കുന്നുണ്ട്. മലയാളികൾക്ക് സുപരിചിതമായ 80കളിലെ ഒരു സിനിമയും അതിന്റെ ലൊക്കേഷനുമാണ് ചിത്രത്തിലെ അന്വേഷണത്തിന്റെ പ്രധാന പശ്ചാത്തലം. പുതിയ കാലത്തിരുന്ന് 4 പതിറ്റാണ്ടിന്റെ അകലമുള്ള മറ്റൊരു കാലത്ത് നടന്ന ക്രൈമിന്റെ അന്വേഷണം എന്നതാണ് തിരക്കഥയിലെ പ്രത്യേകത. അതിനായി അന്നത്തെ കാലം, ആളുകൾ, ഷൂട്ടിംഗ് സെറ്റ് ഇതൊക്കെ പുനഃസൃഷ്ടിക്കണം. യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇതൊക്കെ പുനഃസൃഷ്ടിച്ചെടുക്കാൻ സംവിധായകന് കഴിഞ്ഞു. ഒറിജിനാലിറ്റിക്ക് വേണ്ടി അന്ന് ആ സിനിമയിൽ പ്രവർത്തിച്ച സിനിമാ പ്രവർത്തകരുടെ മക്കളെ വരെ ഈ സിനിമയിൽ കൊണ്ടുവന്നു. അന്ന് ആ സിനിമയിൽ അസോസിയേറ്റായി പിന്നീട് മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് സംവിധായകനായി മാറിയ കമലിന്റെ ചെറുപ്പം അഭിനയിച്ചത് അദ്ദേഹത്തിന്റെ മകനായ ജനുസാണ്. 69കാരനായ ഒരു മലയാളി താരം ഈ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. 80 കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ ഒരു സീൻ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഡയലോഗ് ഡെലിവറിയിലെ ശബ്ദത്തിൽ പോലും പ്രായവ്യത്യാസം കൊണ്ടുവരാൻ ടീം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് അത്രത്തോളം റിസർച്ച് ചെയ്താണ് ഇവർ ഈ സിനിമയിലെ ഓരോ സീൻസും ചെയ്തിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം.